കേരളത്തിലെ ഗ്രാമമേഖലകൾ മുതൽ പട്ടണങ്ങളിലെ വീടുകളിൽ വരെ പരീക്ഷിക്കപ്പെടുന്ന തട്ടിപ്പ് അടുത്തിടെയായി വ്യാപകമാകുകയാണ്. ഒറ്റനോട്ടത്തിൽ വൻ ലാഭമെന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള ഈ തട്ടിപ്പിന് നിരവധി പേർ ഇരയാകുന്നുമുണ്ട്. വീടുകളിൽ നേരിട്ടെത്തി വിൽപ്പന നടത്തുന്ന മെത്തകൾ വാങ്ങി പണം പോകുന്നവരുടെ എണ്ണം ഓരോ ദിവസവും വർദ്ധിക്കുകയാണ്. യാതൊരു ഗുണനിലവാരവുമില്ലാത്ത വസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന മെത്തകൾ വിൽക്കുന്നതാകട്ടെ 8 ഇരട്ടി വരെ അമിത വില ഈടാക്കിയാണ്. ഒരു വാഹനത്തിന് മുകളിലായി നിരവധി മെത്തകൾ വെച്ച് കെട്ടിയാണ് ഈ സംഘം എത്തുക. ഈ കൂട്ടത്തിൽ മുൻനിര ബ്രാൻഡഡ് കമ്പനികളുടെ വ്യാജനും ഇടം പിടിച്ചിട്ടുണ്ടാകും. ഏതെങ്കിലും ഒരു ജംഗ്ഷൻ കേന്ദ്രീകരിച്ച് വാഹനം പാർക്ക് ചെയ്ത ശേഷം സംഘത്തിലുള്ളവർ പല കോണുകളിലേക്കായി തിരിഞ്ഞ് പ്രദേശത്തെ വീടുകൾ കയറിയിറങ്ങും. അതിനുശേഷം വീട്ടുകാരോട് സംസാരിച്ച് വിൽപ്പന എന്നതാണ് രീതി. പഴയ മെത്ത മാറ്റിയെടുക്കാമെന്നും വൻ വിലക്കുറവിന് കമ്പനി സാധനം ലഭിക്കുമെന്ന ഓഫറും കേൾക്കുമ്പോൾ വീട്ടുകാർ ഇതിൽ വീഴുകയും ചെയ്യും. റെഡി ക്യാഷ് സംവിധാനത്തിന് പുറമെ തവണകളായി പണം അടയ്ക്കാവുന്ന ഇൻസ്റ്റാൾമെന്റ് വ്യവസ്ഥയിലും സാധനം നൽകും എന്നുകൂടി കേൾക്കുമ്പോൾ ആളുകൾ വിശ്വസിക്കും. 5000 രൂപയാണ് മെത്തയുടെ വില എന്നാണ് ആദ്യം പറയുക. ഇത് റെഡി ക്യാഷ് ആണെങ്കിലുള്ള വിലയാണ്. ഇനി തവണകളായി അടയ്ക്കാനാണ് താല്പര്യമെങ്കിൽ വില അല്പം കൂടുമെന്ന് പറയും. 7000 രൂപ വരെ ആയിരിക്കും അപ്പോൾ വിലയെന്നും അതിന്റെ പകുതി അഡ്വാൻസ് ആയി നൽകണമെന്നുമാണ് വ്യവസ്ഥ. പകുതി വില നൽകി ബാക്കി തവണകളായി അടയ്ക്കാം എന്ന് വീട്ടുകാർ സമ്മതിക്കും. സാധനത്തിന് എന്തെങ്കിലും കേടുവന്നാൽ മാസം തോറും പണം പിരിക്കാൻ എത്തുന്നവരോട് കാര്യം പറയാമല്ലോ എന്നാണ് വീട്ടുകാർ കരുതുക. എന്നാൽ 3500 രൂപയ്ക്ക് സാധനം നൽകി സ്ഥലം വിടുന്നവർ പിന്നീട് ബാക്കി തുക ശേഖരിക്കാൻ വരികയുമില്ല. ഇതോടെയാണ് പറ്റിക്കപ്പെട്ടുവെന്ന് പലർക്കും മനസ്സിലാകുന്നത്. ഇവർ നൽകിയ നമ്പറിലേക്ക് വിളിക്കാമെന്ന് കരുതിയാൽ മറുവശത്ത് നിന്ന് അങ്ങനെ ഒരു നമ്പർ നിലവിലില്ല എന്ന സന്ദേശമായിരിക്കും ലഭിക്കുക. തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളിലെ ഫാക്ടറികളിൽ നിന്ന് പുറന്തള്ളുന്ന അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്നവയാണ് ഇത്തരം മെത്തകൾ. ഒരു ഡബിൾ സൈസിന് നിർമ്മാണ ചെലവ് വരുന്നത് 500 രൂപയ്ക്ക് അടുത്ത് മാത്രമാണ്. ഇതാണ് 3500 രൂപ മുതൽ മുകളിലേക്ക് ഈടാക്കി വിൽക്കുന്നത്. സമാനമായ രീതിയിൽ തന്നെയാണ് അന്യസംസ്ഥാന തൊഴിലാളികൾ കേരളത്തിലെത്തി വിൽപ്പന നടത്തുന്ന കിടക്കവിരി, കാർപ്പറ്റ് പോലുള്ള വസ്തുക്കളിലും തട്ടിപ്പ് ഒളിഞ്ഞിരിക്കുന്നത്.